എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അക്കാര്യം അപ്പോൾ പരിശോധിക്കാം എന്നുള്ള നിലയിലാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവിനോടൊക്കെ തന്നെ സൂചിപ്പിച്ചത്. സർ, 2024 SSLC പരീക്ഷ 2970 സെൻറ്ററുകളിലായി 4,27,153 വിദ്യാർത്ഥികൾ മാർച്ച് 4 മുതൽ 25 വരെ പരീക്ഷ എഴുതി. ഇതിൽ കുറേ അക്കങ്ങളാണ് വരുന്നത്, കണക്കുകൾ. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം സംസ്ഥാനത്തെ 70 ക്യാമ്പുകളിലായി ഏപ്രിൽ മാസം 3 മുതൽ 26 വരെയുള്ള 14 പ്രവൃത്തി ദിനം കൊണ്ട് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. സർ, ആകെ 10,863 അധ്യാപകർ ഈ മൂല്യനിർണ്ണയ ക്യാമ്പുകൾ പങ്കാളികളായി. നേരത്തെ തന്നെ SSLC പരീക്ഷാഫലം പ്രഖ്യാപിക്കുമെന്ന് വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞതിൽ നിന്നും 10 ദിവസം മുമ്പേ തന്നെ SSLCയുടെ പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു എന്ന്, അതായത് പരീക്ഷാഫലം മെയ് മാസം 8 തന്നെ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു. സർ, 99.69% വിദ്യാർത്ഥികളാണ് വിജയിച്ചത്. 71,831 വിദ്യാർത്ഥികൾ എല്ലാ വിഷയങ്ങൾക്കും A+ വാങ്ങി. സർ, 2022, 2023, 2024 എന്നീ 3 വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ A+ നേടിയത് ഈ വർഷത്തെ പരീക്ഷയിലാണ് എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. സർ, ഈ പ്രാവശ്യം ഉണ്ടായ ഒരു പുതിയൊരു കാര്യം, പരീക്ഷാഫലം പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെ +1 പ്രവേശനത്തിൻ്റെ പ്രോസ്പെക്ടക്സും ഷെഡ്യൂളും പ്രഖ്യാപിക്കുവാൻ വേണ്ടി കഴിഞ്ഞു എന്ന് ഞാൻ അഭിമാനത്തോടുകൂടി തന്നെ ഇവിടെ പറയുന്നു. സാധാരണഗതിയിൽ പരീക്ഷാഫലം പ്രഖ്യാപിച്ച് ഒരു മാസക്കാലം ഇതിൻ്റെ ഷെഡ്യൂളും മറ്റ് പ്രോസ്പെക്ടക്സിൻ്റെ നടപടികൾക്ക് വേണ്ടി പോകുന്നതാണ്. സർ, +1 പ്രവേശനത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 4,25,563 ആണ്. +1 പ്രവേശനത്തിന് വേണ്ടി സർക്കാർ എയ്ഡഡ് മേഖലയിലാകെ 3,78,485 സീറ്റുകളും അൺഎയ്ഡഡ് മേഖലയിൽ 54,986 സീറ്റുകളും ചേർന്ന് ആകെ 4,33,421 സീറ്റുകൾ ഇന്നിപ്പോൾ നമുക്ക് ലഭ്യമാണ്. സർ, കേരളത്തിലെ ആകെ സീറ്റുകൾ 4,33,471 സംസ്ഥാനത്തൊട്ടാകെ ആകെ 4,21,661 പേർ അപേക്ഷിച്ചിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ മിച്ചം വരുന്ന സീറ്റുകൾ 11,810 സീറ്റുകളാണ്. സർ, കോഴിക്കോട് ജില്ല ഈ വർഷം SSLCക്ക് പാസ്സായ 43,730 വിദ്യാർത്ഥികളിൽ എല്ലാ വിഷയത്തിനും A+ ലഭിച്ച് 8,931 വിദ്യാർത്ഥികളാണ്. സർ, ഞാൻ അതിൻ്റെ മറ്റ് ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അവിടെ നിലവിൽ കോഴിക്കോട് ജില്ലയിൽ SSLC പാസ്സായ +1 മുഴുവൻ കുട്ടികൾക്കും പ്രവേശനം കൊടുത്താൽ തന്നെ 8,248 സീറ്റുകൾ അധികമുണ്ടാകും എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സർ, പാലക്കാട് ജില്ല ഈ വർഷം SSLC പാസ്സായ 39,554 വിദ്യാർത്ഥികളിൽ എല്ലാ വിഷയത്തിനും A+ ലഭിച്ചത് 4,495 വിദ്യാർത്ഥികൾക്കാണ്. അതിൽ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം കിട്ടിയാൽ തന്നെ 2,266 സീറ്റുകൾ അവിടെ അധികം വരും എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. സർ, വയനാട് ജില്ലയിലെ ഹയർ സെക്കൻഡറി മേഖലയിലെ
11,360 സീറ്റുകൾക്ക് പുറമെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിലെ 840 സീറ്റുകളും ITI മേഖലയിലെ 884 സീറ്റുകളും പോളിടെക്നിക് മേഖലയിലെ 390 സീറ്റുകളും കൂടി ആകെ 13,484 സീറ്റുകൾ റെഗുലർ പഠനത്തിനായി വയനാട് ജില്ലയിൽ ലഭ്യമാണ്. സർ, വയനാട് ജില്ലയിൽ ആകെ 1962 സീറ്റുകൾ എല്ലാ കുട്ടികൾക്കും പ്രവേശനം കൊടുത്തതിന് ശേഷം മിച്ചം വരും എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ ഈ വർഷം SSLC പാസ്സായ 36,026 വിദ്യാർത്ഥികളിൽ എല്ലാ വിഷയത്തിലും A+ ലഭിച്ചത് 7,026 വിദ്യാർത്ഥികൾക്കാണ്. സർ, അവിടെ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിച്ചാൽ തന്നെ കണ്ണൂർ ജില്ലയിലാകെ 5,946 സീറ്റുകൾ അധികം ഉണ്ടാകും എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. കാസർഗോഡ് ജില്ലയിൽ ഈ വർഷം SSLC പാസ്സായ 20,477 വിദ്യാർത്ഥികളിൽ എല്ലാ വിഷയത്തിനും A+ ലഭിച്ചത് 3,006 വിദ്യാർത്ഥികൾക്കാണ്. അവിടെ കാസർഗോഡ് ജില്ലയിൽ ആകെ 1,684 സീറ്റുകൾ അധികമായി മിച്ചമായി ഉണ്ടാകുമെന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. പ്ലീസ്. ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ ഒരുപാട് ബോളൊന്നും ഉണ്ടാക്കുന്നില്ല. ഞാൻ വളരെ ശാന്തമായി പറയുന്നത്. സർ, മലപ്പുറം ജില്ലയിൽ ആകെ +1 സീറ്റുകൾ 73,916. അതിലാകെ സയൻസ് സീറ്റുകൾ 28,646. ആകെ കോമേഴ്സ് സീറ്റുകൾ 23,100. ആകെ ഹ്യൂമാനിറ്റീസ് സീറ്റുകൾ 19,290. സർക്കാർ സ്കൂളിലെ സീറ്റുകൾ 34,060. ആകെ സർക്കാർ സ്കൂളിലെ സയൻസ് സീറ്റുകൾ 12,480. അവിടെ സർക്കാർ സ്കൂളിലെ കൊമേഴ്സ് സീറ്റുകൾ 11,180. ആകെ ഹ്യൂമാനിറ്റീസ് സീറ്റുകൾ 11,400. സാർ, എയ്ഡഡ് സ്കൂളുകളിലെ സീറ്റുകൾ 25,690. ആകെ സയൻസ് സീറ്റുകൾ 11,530. ആകെ കോമേഴ്സ് സീറ്റുകൾ എയ്ഡഡ് മേഖലയിൽ 7,820. ആകെ ഹ്യൂമാനിറ്റീസ് സീറ്റുകൾ 6,340. അൺഎയ്ഡഡ് സ്കൂളുകളിലെ സീറ്റുകൾ 11,286. ആകെ സയൻസ് സീറ്റുകൾ 4,636. ആകെ കോമേഴ്സ് സീറ്റുകൾ 4,100. ആകെ ഹ്യൂമാനിറ്റീസ് സീറ്റുകൾ 2,550. സർ, ഞാൻ മലപ്പുറം ജില്ലയുടെ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. സർ, ജില്ലയ്ക്കുള്ളിലെ അവിടെ അപേക്ഷകർ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 74,840 പേരാണ് അവിടെ അപേക്ഷകരായി വന്നിട്ടുള്ളത്. 74,840. ഹയർ സെക്കൻഡറി മേഖലയിലെ 71,036 സീറ്റുകൾക്ക് പുറമെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മേഖലയിലെ 2,850 സീറ്റുകളും IT മേഖലയിലെ 5,484 സീറ്റുകളും പോളിടെക്നിക് മേഖലയിലെ 880 സീറ്റുകളും കൂടിയാൽ ആകെ സാർ മലപ്പുറം ജില്ലയിൽ 80,250 സീറ്റുകൾ റെഗുലർ പഠനത്തിനായി ഉണ്ട് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. സർ, ഇതിനു പുറമെ ഹയർ സെക്കൻഡറി പഠനത്തിനായി സ്കൂൾ കേരളയിലും ധാരാളം കുട്ടികൾ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. സർ, അലോട്ട്മെൻറ്റ് മുമ്പുള്ള കണക്ക് പ്രകാരം മലപ്പുറത്ത് ആകെ +1 സീറ്റുകൾ 80,250. ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള അപേക്ഷ വന്നിരിക്കുന്ന ജില്ലയ്ക്കുള്ളിൽ നിന്നുള്ള അപേക്ഷകൾ 74,840. ബാക്കി വരുന്ന സീറ്റുകൾ 5,410. സർ, മുൻകാലങ്ങളിലെ പ്രവേശന തോത് അടിസ്ഥാനപ്പെടുത്തിയാൽ
നിലവിൽ ആവശ്യത്തിന് സീറ്റുകൾ മലപ്പുറം ജില്ലയിൽ ലഭ്യമാണ്. 21-22 അധ്യയന വർഷം നമ്മൾ നോക്കിയാൽ അവിടെ സാർ 5446 സീറ്റുകൾ അഡ്മിഷൻ പൂർത്തീകരിച്ചപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. 22-23 അധ്യയന വർഷം അവിടെയും അഡ്മിഷൻ അന്ന് ക്ലോസ് ചെയ്തപ്പോൾ 4300 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. സാർ കഴിഞ്ഞ വർഷം 23-24 അധ്യയന വർഷം അഡ്മിഷൻ അവിടെ ക്ലോസ് ചെയ്ത അവസരത്തിൽ അവിടെ ഇതേപോലെ തന്നെ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. സർ ഈ വർഷം SSLC പാസ്സായ 79,748 വിദ്യാർത്ഥികളിൽ എല്ലാ വിഷയങ്ങളിലും A+ ലഭിച്ചത് മലപ്പുറം ജില്ലയിൽ 12,525 വിദ്യാർത്ഥികൾക്കാണ്. സാധാരണ രീതിയിൽ ഇത്തരം വിദ്യാർത്ഥികൾ സയൻസ് കോമ്പിനേഷന് പ്രവേശനം നേടാനാണ് ആഗ്രഹിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ സയൻസ് കോമ്പിനേഷനിൽ സർക്കാർ സ്കൂളുകളിൽ മാത്രം 12,480 സീറ്റുകളുണ്ട്. എയ്ഡഡ് സ്കൂളുകളിൽ 11,530 സീറ്റുകളുണ്ട്. ഇത്തരത്തിൽ പൊതുവിദ്യാലയങ്ങളിൽ മാത്രം സയൻസ് കോമ്പിനേഷനിൽ മാത്രം 24,010 സീറ്റുകൾ ലഭ്യമാണ്. അൺഎയ്ഡഡ് സ്കൂളുകളിലെ 4,636 സയൻസ് സീറ്റും കൂടി കണക്കാക്കിയാൽ സാർ ആകെ 28,646 സയൻസ് സീറ്റുകൾ മലപ്പുറത്ത് ലഭ്യമാണ്. എല്ലാ A+കാരും സയൻസ് വിഷയം തിരഞ്ഞെടുത്താൽ പോലും 16,121 സയൻസ് ബാച്ച് സീറ്റുകൾ മിച്ച സീറ്റുകൾ അത് ഒഴിഞ്ഞു കിടക്കും എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. സാർ സമയം എക്സീഡായി. പ്ലീസ് മിനിസ്റ്റർ. സാർ മലബാർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചിട്ടുള്ളത്. താൽക്കാലിക ബാച്ചുകൾ ഇവിടെ ഈ പറയുന്ന പോലുള്ള അസൗകര്യമുണ്ട്. 55, 60, 70 കുട്ടികളെയൊക്കെ ചേർക്കുന്നതിൻ്റെ പ്രശ്നമുണ്ട്. മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ വർഷം ഷിഫ്റ്റ് ചെയ്ത 14 ബാച്ചുകൾ 84 താൽക്കാലിക അഡീഷണൽ ബാച്ചുകൾ ഉൾപ്പെടെ സാർ 98 ബാച്ചുകൾ അധികമായി ഈ വർഷവും പ്രവേശനത്തിനായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ താൽക്കാലിക അഡീഷണൽ ബാച്ചുകൾ 18 അനുവദിച്ചു. കോഴിക്കോട് ജില്ലയിൽ താൽക്കാലിക അഡീഷണൽ ബാച്ചുകൾ 30 അനുവദിച്ചു. വയനാട് ജില്ലയിൽ താൽക്കാലിക അഡീഷണൽ ബാച്ചുകൾ 8 അനുവദിച്ചു. കണ്ണൂർ ജില്ലയിൽ താൽക്കാലിക അഡീഷണൽ ബാച്ചുകൾ 19 അനുവദിച്ചു. കാസർഗോഡ് ജില്ലയിൽ താൽക്കാലിക അഡീഷണൽ ബാച്ച് 14 അനുവദിച്ചു. സർ ഇതാണ് സാർ ഈ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇത് ഞാനൊരു വളരെ ഇതിൻ്റെ കണക്കുകൾ ആധികാരികമായിട്ട് തന്നെ പല പ്രാവശ്യം ചർച്ച ചെയ്ത് തയ്യാറാക്കിയ കണക്കുകളാണ്. കണക്കുകളിലൊന്നും യാതൊരു തെറ്റും വരാൻ സാധ്യതയില്ല. മറ്റെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. നമുക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ചൂണ്ടിക്കാണിച്ച് അതിൽ വസ്തുത ഉണ്ടെങ്കിൽ നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതിന് ഒരു തെറ്റുമില്ല. മലപ്പുറത്തും മലബാറിലുള്ള കുട്ടികൾ ഞങ്ങളുടെ കേരളത്തിൻ്റെ മക്കളാണ് എന്നുള്ള സമീപനം തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിന് ഉള്ളത് എന്നുള്ള കാര്യം മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ കാര്യം ഇതിപ്പോൾ ഈ